ഓക്കെ, ഈ ഒരു ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് മാനുഫാക്ചർഡ് ബൈ എ കമ്പനി എ വാസ് 12,500 യൂണിറ്റ് ഇൻ 2019, 16,625 ഇൻ 2000. അതേസമയം ബീൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ 34,000 യൂണിറ്റ് ആണ് 2019. അത് 2020 ആകുമ്പോഴത്തേക്കും 30,600 ആവും. എക്സും വൈയും എന്ന് പറയുന്നത് പേഴ്സൻറ്റേജ് ഓഫ് ഡിക്രീസ് ആണ് രണ്ട് കേസിലും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് ചോദിച്ചിരിക്കുന്നത് ഈ എക്സിൻ്റെയും വൈൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പേഴ്സൻറ്റേജ് ഓഫ് ഡിക്രീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ 12,500 നിന്ന് ഫസ്റ്റത്തെ നമ്പർ 10,625 ഇതാണ് ഇവിടെ വരുന്ന ചേഞ്ച് വരുന്നത്. 5, 7, ദെൻ 8, 1,875 ചേഞ്ച് വരുന്നത് ഫസ്റ്റത്തെ കേസിൽ. രണ്ടാമത്തെ കേസിൽ 34,000 ആയിരുന്നു, അത് 30,600 മാറും. 30,600 മാറുമ്പോഴത്തേക്ക് 3,400 ചേഞ്ച്. ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സിൻ്റെയും വൈൻ്റെയും അത് പേഴ്സൻറ്റേജ് ആണ്. റേഷ്യോ എടുക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെ ആ പേഴ്സൻറ്റേജ് കൺസിഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,875 ഡിവൈഡഡ് ബൈ 12,500 ഇൻറ്റു ഒരു 100 ഉണ്ട്. 100 എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അപ്പുറത്തെ സൈഡിലും വരും, അത് ക്യാൻസൽ ചെയ്തു പോകും. കാരണം ഇത് റേഷ്യോ അല്ലേ എടുക്കുന്നത്. ഇവിടെ 3,400 ഡിവൈഡഡ് ബൈ 34,000. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ ഇവിടെ തന്നെ ഇത് വെട്ടിക്കളയാം, ഇത് ഒറ്റയടിക്ക് വെട്ടിക്കളയാം, എന്നിട്ട് 1/10 എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് ഈ പൂജ്യം ക്യാൻസൽ ചെയ്യാം. ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കേണ്ട 1,875 ഈസ്റ്റു 1,250. ഓക്കെ, കാണുമ്പോഴേ അറിയാം രണ്ടും വരുന്നത് 25ൻ്റെ ഉറപ്പായിട്ട് മൾട്ടിപ്പിൾ വരും. അപ്പോൾ 25ൻ്റെ മൾട്ടിപ്പിൾ നോക്കുവാണെങ്കിൽ ഇത് 50 വരും. സോ 25 വെച്ച് നോക്കുവാണെങ്കിൽ 25 775 വരും. ഓക്കെ, ബാക്കി പോയിട്ട് 125 വരും. സോ 75. സോ വീണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3:2 എന്ന് പറയുന്ന റേഷ്യോ കിട്ടും. ഇതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്.